ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഫുൾ ഫുട്ടേജ് എടുക്കണം. ഓക്കെ സർ. വേളുവാ. പ്രിയങ്കയുടെ ബോഡി കണ്ട ദിവസം നിങ്ങൾ എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പ്രിയങ്ക പുറപ്പെട്ടു പോയി എന്നും അതിനിടയിൽ അപകടം സംഭവിച്ചിരിക്കാം എന്നുമാണ്. ഓർമ്മയുണ്ടല്ലോ അത്? പക്ഷേ CCTV ഫുട്ടേജ് അനുസരിച്ച് പ്രിയങ്കയെ ഈ വീട്ടിനകത്ത് നിന്നാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. സ്വന്തം ഭാര്യ ബെഡ്റൂമിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടും അതേ മുറിയിൽ ഉറങ്ങിയിരുന്ന നിങ്ങൾ അത് അറിഞ്ഞില്ലായിരുന്നോ മിസ്റ്റർ വരുൺ? പോലീസിന് 2 ഉത്തരങ്ങളേ ഉള്ളൂ. പ്രിയങ്കയെ നിങ്ങൾ കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ മറ്റാരോ പ്രിയങ്കയെ കടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ കൂട്ടുനിന്നു. സാർ, പ്രിയങ്കയും ഞാനും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. ഞങ്ങൾ 2 മുറിയിലായിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. സത്യമായിരുന്നു സാർ. എന്തായിരുന്നു വഴക്ക്? ടെൽ മീ. അത് വിവാഹം കഴിഞ്ഞ നാള് മുതൽ ഞങ്ങൾ തമ്മിൽ ചേരില്ലായിരുന്നു. സമ്പന്ന കുടുംബങ്ങളിലെ ഒരു സാധാരണ സംഭവമല്ലേ എന്ന് പറഞ്ഞ, ഇത്രയും കാലത്തിനിടയിൽ പ്രിയങ്കയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായി പല വഴിയും താൻ ഉപയോഗിച്ചു. എന്നിട്ടും അവൾ വഴങ്ങുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വേറെ ആരോ ഉപയോഗിച്ചു. അതല്ലേ സത്യം? സർ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോയാ അത് എവിടെയുള്ളവര് തന്നെ ചെയ്യിച്ചുവെന്ന് നിങ്ങൾ എങ്ങനെയാ ഒരു ധാരണയിലെത്തുന്നത്? കണിമംഗലം എന്താ ക്രിമിനലുകളുടെ താവളമാണോ? അത് ചോദ്യം ചെയ്യലിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമല്ലേ? വരുൺ, ഈ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. എനിക്ക് നിങ്ങളെ മാത്രമല്ല, ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരെയും ചോദ്യം ചെയ്യണം.